ഹായ് ഹലോ, ശരിയാണ് കേട്ടോ. കൊലുസും കിച്ചടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലാന്റിനെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈവനിങ് ടൈമിൽ നമുക്കൊരു കോഫി കുടിച്ചാലോ? നമ്മളെല്ലാവരും കോഫി കുടിക്കുന്നത് എന്തിലാ? കോഫി കപ്പിൽ അല്ലേ? ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് കോഫി കപ്പ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കോഫി കപ്പ് എന്ന പേരുള്ള അടിപൊളി ഒരു പ്ലാന്റിനെ കണ്ടാലോ? അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പോൾ ഇതാണ് മനോഹരമായ കൊളോക്കേഷ്യ ഫാമിലിയിൽപ്പെട്ട കൊളോക്കേഷ്യ കോഫി കപ്പ് അഥവാ കൊളോക്കേഷ്യ ടീ കപ്പ് എന്ന് വിളിക്കുന്ന പ്ലാന്റ്. അപ്പോൾ നമ്മുടെ ടീ കപ്പിനെ പോലെ അഥവാ കോഫി കപ്പിനെ പോലെയൊക്കെ ഷേപ്പ് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഇതുപോലെ ആയതുകൊണ്ടാണ് ഇതിനെ കോഫി കപ്പ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കോഫിയൊക്കെ നിറച്ച് വെക്കും കപ്പിൽ, എന്നാൽ ഇതിൻ്റെ ഈ കപ്പ് ഷേപ്പിലുള്ള ലീഫിൽ ഇതുപോലെ വെള്ളം നിറച്ച് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് നല്ലതാണ്. ഈ വെള്ളമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇത് താനെ ഒരു സൈഡ് കൊണ്ട് ചരിഞ്ഞ് ആ വെള്ളമൊക്കെ ചരിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ ഇത് അരേസിയ എന്ന ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർണമെൻ്റൽ പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചതുപ്പ് കൺസിസ്റ്റൻസിയിലും അല്ലെങ്കിൽ വെറുതെ പോട്ടിൽ വെള്ളം നിറച്ചും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ കോഫി കപ്പ് എന്ന് വിളിക്കുന്ന ഈ ഒരു പ്ലാന്റ്. കൊളോക്കേഷ്യ, അലോക്കേഷ്യ, കലേഡിയം ഇതൊക്കെ തന്നെ നമ്മുടെ ചേമ്പിൻ്റെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. കണ്ടില്ലേ, ഒരു ചേമ്പിൻ്റെ ഷേപ്പാണ്. ഇത് ലാൻഡിലും വളരും, എന്നാലും ഇതുപോലെ വെള്ളത്തിൽ നമ്മളൊരു ചതുപ്പ് കൺസിസ്റ്റൻസിയിൽ വളർത്തുകയാണെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അപ്പോൾ ഇതിൻ്റെ ആ സ്റ്റെമ്മ് തന്നെ നല്ല ബ്ലാക്ക് കളറിൽ നല്ല ലെങ്തിൽ വളർന്നിട്ടുള്ള സ്റ്റെമ്മാണിത് ഈ ഒരു പ്ലാന്റിനുള്ളത്. കണ്ടില്ലേ, നല്ല ഹൈറ്റിൽ ഈ ഒരു പ്ലാന്റ് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. കണ്ടില്ലേ, വലിയ വലിയ കോഫി കപ്പ് ആയിട്ടുള്ള ലീഫുകളാണിത് ഈ ഒരു പ്ലാന്റിനുള്ളത്. അത്യാവശ്യം നല്ല ബിഗായിട്ടുള്ള ലീഫാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോട്ടി മിക്സിൻ്റെ ഇതിനും അതേപോലെ അത് നട്ടിരിക്കുന്ന പോട്ടിൻ്റെ സൈസിനനുസരിച്ച് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വളരെ വലിയതായിക്കൊണ്ടേ ഇരിക്കും. ഇതുപോലെ നമ്മൾ ഒരു വെള്ളത്തിൽ മാത്രം വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് വളരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചതുപ്പ് നമ്മൾ താമരയൊക്കെ നടുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ നിറയെ തൈകൾ ഇപ്പോൾ തന്നെ 1, 2, 3 തൈകൾ ഇങ്ങനെ ഉണ്ടായി ഇരിപ്പുണ്ട് എടുക്കാം. ഇത് വെള്ളം മാത്രമല്ല, നമ്മുടെ താമരയൊക്കെ നടുന്നത് പോലെ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചതുപ്പ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും നിറയെ ഇതുപോലെ കുഞ്ഞു തൈകളൊക്കെ ഉണ്ടായി വരുന്നതും. നമ്മൾ നടുന്ന പോട്ടിൻ്റെ സൈസിനനുസരിച്ച് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസും കൂടി വരും. അപ്പം ഞാനിപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വലിയ ഹൈറ്റിലായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഈ ഒരു പ്ലാന്റ് വളർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ട്രോപ്പിക്കൽ പ്ലാന്റ്സ് അഥവാ അരോയിഡ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു പ്ലാന്റ് നല്ല ഒരു ചോയ്സാണ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഞാൻ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വലിയ പ്ലാന്റ് ആണെന്ന്. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ഒരു അടിപൊളി ഫോറസ്റ്റിൻ്റെ ഒക്കെ ഫീലും ഒക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കൊളോക്കേഷ്യ പ്ലാന്റുകൾ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കൊരു നല്ല ചോയ്സാണ് ഈ കൊളോക്കേഷ്യ കോഫി കപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം ലൈറ്റ് വേണം. നമുക്കൊരു ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണ്ട, നല്ലൊരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു പ്ലാന്റിൽ ആവശ്യമാണ്. മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഉണങ്ങിയ ചാണകമോ മറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് NPK കൂടെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല വലുതായിട്ട് വരികയും ചെയ്യും, നിറയെ പുതിയ തൈകൾ ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ തൈ എടുത്ത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കാണുന്ന ഇതിൽ നിന്നൊരു തൈ നമുക്ക് ഇളക്കിയെടുത്തിട്ട് അതിന് ഒരു പോട്ട് മിക്സിലായിട്ട് നമുക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു തൈയെ ഒന്ന് ഇളക്കിയെടുക്കും. അപ്പോൾ ഇതുപോലെ നമ്മളൊരു തൈ ഇതുപോലത്തെ ഒരു തൈ അതിൽ നിന്ന് നമ്മളിതാ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പോട്ടി മിക്സൊക്കെ റെഡിയാക്കി അതിലോട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ പൊതുവേ നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റ് നടുന്നത് വെറും മണ്ണിൽ വേണമെങ്കിലും നട്ടാൽ പിടിക്കും. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ ഇതിനെ നമ്മളൊരു ചതുപ്പ് കൺസിസ്റ്റൻസി നട്ടു കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത്. പോട്ടി മിക്സിനായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈക്വൽ അളവിൽ നമ്മുടെ മണ്ണ്, അതായത് ഗാർഡൻ സോയിലും പിന്നെ നമ്മുടെ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി, പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുത്ത നമ്മുടെ കൊക്കോ പിറ്റ്, പിന്നെ കുറച്ച് മണൽ,
അപ്പോൾ ഇത് ഈക്വൽ അളവിൽ 4 എടുത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കാൻ. അപ്പോൾ ഇത് തൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചാണകം ചേർക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ നമ്മുടെ പോട്ടി മിക്സിലോട്ട് ഇതിൻ്റെ പകുതിയോളം ഇട്ടിട്ട് നമുക്ക് പ്ലാന്റ് നട്ടു കൊടുക്കാം. പകുതിയോളം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പ്ലാന്റിനെ ഇതിലാക്കി വെച്ച് നട്ടുകൊടുത്ത് മണ്ണിട്ട് കൊടുക്കുക. സാധാ തൈകളൊക്കെ നടുന്നത് പോലെ തന്നെ നമ്മൾ തൈ വെച്ചതിന് ശേഷം ബാക്കി വന്ന പോട്ടി മിക്സ് കൂടി ഇതിൻ്റെ മുകളിലായിട്ടിട്ട് ഈ പ്ലാന്റിനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചരിഞ്ഞു പോകാതിരിക്കാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ നിറയെ വെള്ളം ഒഴിച്ച് ഈ മണ്ണെല്ലാം കുതിരത്തക്ക രീതിയിൽ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. ഇനി നമുക്കിതിനെ തണലത്ത് 1-2 ദിവസം തണലത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വെയിലത്താക്കി വളർത്തിയെടുക്കാം. ഇപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഒരു ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ NPK ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. വളരെ ഹെൽത്തി ആയിട്ട് നിറയെ തൈകളൊക്കെ ആയിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ നമ്മുടെ കോഫി കപ്പ് പ്ലാന്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എന്നെക്കാട്ടി ഇതാ ഹൈറ്റിൽ വളർന്നിരിക്കുന്ന മനോഹരമായ ഈ കോഫി കപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി. താങ്ക് യു ഫോർ വാച്ചിങ്.